ജീവിതത്തിൽ നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ചെയ്തുകൊണ്ടിരിക്കും, മരണപ്പെടും. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മസ്അല ചർച്ച ചെയ്യുമ്പോഴാണ് വഫാത്തായത്. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ട ആൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന? മഹാന്റെ മറുപടി, മരണവേദന ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തേ? കുന്തു അതഅമ്മലു മസ്അലതൻ, ഞാനൊരു ഫിഖിന്റെ മസല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് ഒറ്റ പോക്ക്. വലം മശ്ഊർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മസ്അലൻ്റെ മധുരം കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടെന്നില്ല. ഒരു കുളിച്ച് വൃത്തിയായി സുഹൈൽ ബുഖാരി എടുത്ത് സുഗന്ധം പൂശി കഫംപുട വിരിച്ച് അതിലിരുന്ന് ബുഖാരി ഓതി മുത്തം കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്തിട്ട് ഗസാലിമ വഫാത്തായത്. സൂഫി എന്തിന്? മുത്താലിമായിട്ട് മരിച്ച പവറുണ്ടല്ലോ അതുകൊണ്ട്. കണ്ട നമ്മൾ എങ്ങനെയായിരിക്കും മരണപ്പെടുക? ഖാലിദ് ബിൻ മഅദിൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ആയിരക്കണക്കിന് തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാൻ, അൽ ഹാവിലിൽ ഫതാവയിൽ കാണാം വഫാത്തായിട്ട് കറാമത്ത് എന്നോണം പഴയ അർത്ഥത്തിൽ ശീലത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് ജനാസ കട്ടിൽ ഇങ്ങനെ കടത്തുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പഴയ ശീലത്തിൽ തസ്ബീഹിലെ ശീലത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നമ്മളാറ്റം മരിച്ചാൽ വിരൽ അനങ്ങുവാണെങ്കിൽ കൈ അനങ്ങുവാണെങ്കിൽ ആദ്യം കീശ വരുന്നു. ആ വലിയ ഫോൺ ചെറുത് മേശമേലുണ്ട്, വലിയ ഫോൺ ഞാൻ മരിക്കുമ്പോൾ ഇവിടെ വെച്ച്. ഉറങ്ങുമ്പോ ഫോണ്, ഉറങ്ങി എഴുന്നേറ്റ ഫോണ്, നിസ്കാരം കഴിഞ്ഞാൽ ഓടാ ഫോണ്. എന്തുവാടാ നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമുക്കൊരു ജീവിതത്തിന് അജണ്ട വേണ്ടേ? എന്താ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ എന്താണ് ആഖിറത്തിലേക്ക് നേടിയെടുത്തത്? തൂക്കുമരത്തിലേക്ക് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റത്തെ ആഗ്രഹം? അതിന് മഹാന്റെ മറുപടി, ദഅനി ഉസല്ലി റകഅതൈൻ, ഒരു 2 റകഅത്ത് അല്ലാഹുവിന് വേണ്ടി എനിക്ക് നിസ്കരിക്കണം. ആ നിസ്കാരം ഭംഗിയായി നിർവഹിച്ചിട്ട് മഹാൻ തിരിച്ചു വന്ന് പറയാണ്, എനിക്ക് കൂടുതൽ സമയം എൻ്റെ അള്ളാഹിനോട് വർത്തമാനം പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സമയം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഖുബൈബിന് മരണം പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത്. അത് വേണ്ട, അത് വിചാരിച്ചിട്ടാണ്. മരിക്കുമ്പോൾ എന്താ ആഗ്രഹം? ഒന്ന് വീഡിയോ കോള് ഭാര്യയെ കിട്ടണമെന്നില്ല, എനിക്കെൻ്റെ 2 റക്അത്തിലൂടെ എൻ്റെ അള്ളാഹിനോട് മിണ്ടണം. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, ഇന്നഹു കസ്മിഹി, പേര് പോലെ സാബിത്തും ഫിദ്ദീൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ജീവിതം അതിസൂക്ഷ്മമായി ജീവിച്ചു തീർത്ത മഹാൻ, രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യും. ഒരു ദിവസം ഒരു ഖത്ം ഓതി തീർക്കും. 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വഫാത്തായിട്ട മഹാനവറുകൾ വഫാത്താവുന്നതിൻ്റെ തൊട്ട് മുമ്പ് മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാനിരിക്കുമ്പോൾ ഉപ്പ പറയുന്ന വാക്ക്, മോനെ നീ ഇപ്പോഴും എനിക്ക് ദിക്ർ ചൊല്ലിത്തരാണോ? എനിക്ക് ഇന്ന് ചൊല്ലി തീർക്കാനുള്ള 7ാമത്തെ ഔറാദിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഹിസ്ബുൻ നസ്ർ, വിർദുൽ ലത്തീഫ്, ദലായിലുൽ ഖൈറാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ 6ാമത്തെ ഔറാദ് പൂർത്തിയാക്കി 7ാമത്തേതിലേക്ക് എത്തിയ ഉപ്പാക്കാണോ മോനിത് ചൊല്ലിത്തരുന്നത്? അല്ലാ അവരുടെ ഒരു ജീവിതം നോക്കൂ. മഹാനവറുകൾ വഫാത്തായിട്ട് ഖബറടക്കുന്ന ഘട്ടം, ഖബറടക്കുമ്പോൾ കല്ലിങ്ങനെ വെക്കുമല്ലോ, അതിൻ്റെ മീതെയാണല്ലോ മണ്ണിടുക. ഒരു കല്ല് താഴെ വീണ് പോയപ്പോൾ ഖബർ ഒഴിക്കുന്ന ആൾ ബാക്കി കല്ലൊക്കെ മാറ്റിയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. കണ്ട അത്ഭുതം, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരി, മഹാനവറുകൾ ഖബറിന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, മണ്ണിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്ക് മഹാൻ ഖബറിന് നിസ്കാരം തുടങ്ങി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു,
ഉടനെ ഈ മോമിനികളെല്ലാം മഹാനവറുകളുടെ ഈ ദഫൻ പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് മോളോട് ചോദിച്ചു, ഉപ്പാൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞുതരാവോ മോളെ? മറുപടി, ഉപ്പ എപ്പോഴും രാത്രി നീണ്ട നിസ്കാരത്തിന് ശേഷം അത്താഴ സമയമായാൽ ദുആ ചെയ്യും, അല്ലാഹ് എനിക്ക് ഒരാഗ്രഹമുണ്ട് നിന്നോട് പറയാൻ. എന്താണെന്ന് വെച്ചാൽ ഖബറിന്ന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഡെയിലി ഫർളിൻ്റെ പുറമെ 300 റക്അത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ 600 സുജൂദ് ചെയ്യും. എന്നിട്ടും നമുക്ക് സുജൂദ് നിസ്കരിച്ചിട്ടൊന്നും പൂതി തീർന്നിട്ടില്ല. പ്ലീസ് ഖബറിന്ന് തരണേ അല്ലാ. നമ്മൾ ഇന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സെൽഫി ക്ലിക്ക് ചെയ്യാം. വിത്തർ ഒന്നിൽ ഒതുക്കൽ മസാല കണ്ടെത്തല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് പുതിയ നന്മകൾ കണ്ടെത്തണം. നേരത്തെ നമ്മൾ പരാമർശിച്ച ഇബ്നു ഹജർ റഹ്മഹുള്ളയുടെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ആ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു 100 വയസ്സിൻ്റെ അടുത്ത പ്രായമായിട്ടും നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഫർളല്ല, സുന്നത്തിന്റെ കഥയാണ് പറയണത്. നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഈ നിന്ന് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനാവുന്നുണ്ടോ എന്ന് ബേക്കിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പേടിയായി. ശിഷ്യനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഉസ്താദേ ഖദ് റഖസല്ലാഹു ലക്, സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാന്നുള്ളതാണല്ലോ മസാല, ഉസ്താദ് ഇരുന്നിട്ട് നിസ്കരിച്ചൂടെ? മഹാന്റെ മറുപടി കേട്ടോ. മഹാന്റെ മറുപടി, മോനെ ഞാനിപ്പോൾ ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ ആഖിറത്തിൽ എനിക്ക് കിതാബ് തരുമല്ലോ. ആ കിതാബ് തരുമ്പോൾ ഞാനിപ്പോൾ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് നിസ്കരിച്ചതിൻ്റെ പിറ്റേന്നോ മറ്റോ മരണപ്പെട്ടാൽ എൻ്റെ ഏട് ഞാൻ വായിക്കുമ്പോൾ ലാസ്റ്റത്തെ പേജ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവല് സ്വല്ലാ സക്കരിയ ഖായിദൻ, ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സക്കരിയ അൻസാരി ഇരുന്നിട്ട് നിസ്കരിച്ചു. അയ്യേ നാണക്കെട്. ഇരുന്നിട്ട് നിസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേണ്ട, ഞാൻ നിന്നിട്ട് നിസ്കരിച്ചോളാം. ആരോഗ്യമുള്ള കാലം മാത്രമല്ല, അനാരോഗ്യ കാലത്ത് വരെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി റിസ്ക് എടുത്തവരാണ് നമ്മളെ മഹാന്മാർ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ,